പീപ്പിൾ ടി വി ബിഗ് എക്സ്ക്ലൂസീവ്. മദ്യനയത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇരട്ടത്താപ്പ് പുറത്ത്. മദ്യവർജനമാണ് കേരളത്തിൽ പ്രായോഗികമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മദ്യാസക്തിയുള്ള കേരളത്തിൽ മദ്യം നിരോധിച്ചാൽ വ്യാജ മദ്യം ഒഴുകുമെന്ന് സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലാകുന്നു. വാക്കുകൾ കേൾക്കാം ഉമ്മൻചാണ്ടിയുടെ. ഏറ്റവും വലിയ ശത്രുവാണ്. എന്നാ പിന്നെ അത് അങ്ങ് നിരോധിച്ചുകൂടെ എന്ന് വേണേ ചോദിക്കാം. ഗവൺമെന്റിന്റെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെന്റ് മടിക്കുന്നു എന്ന് ഒക്കെയാണ്. അതല്ല, ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് വരെ നമുക്ക് ആക്ഷേപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മദ്യാസക്തി ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് മദ്യം അങ്ങോട്ട് നിരോധിച്ചാൽ വ്യാജ മദ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് മദ്യവർജനമാണ് നമുക്ക് ആവശ്യം. മദ്യത്തെ എതിർക്കുന്നവരെല്ലാം സംഘടിതമായി പ്രചരണം നടത്തി ആളുകളെ പ്രേരിപ്പിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളും വിശകലനങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ ചേരുകയാണ്. ശ്രീ NPC, വരുമാനം, മദ്യാസക്തി, ഇത് രണ്ടും ചൂണ്ടിക്കാട്ടി മദ്യവർജനമാണ് കേരളത്തിന് ഭൂഷണമെന്ന് ഉമ്മൻചാണ്ടി പറയുന്നു. ഇതുവഴി പുറത്തെത്തുന്ന ആന്തരിക വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെ? സമകാലിക രാഷ്ട്രീയ സംഭവ ചരിത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി കക്ഷി രാഷ്ട്രീയ രംഗത്ത് സംഭവിക്കാവുന്ന ഒരു ജീർണതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മദ്യത്തോട് വ്യക്തിപരം മുതൽ രാഷ്ട്രീയം വരെയായ ഭരണപരം ആയ ഒട്ടേറെ നിലപാടുകൾ നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട്. ചില ആളുകൾ മദ്യം കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്, മദ്യമേ ശരണം എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അവരിൽ നിന്ന് മദ്യത്തെക്കുറിച്ച് വ്യക്തിപരമായൊരു നയം ഉണ്ടാവുന്നു. ഭരണപരമായ ആവശ്യത്തിന്, രാഷ്ട്രീയമായ ആവശ്യത്തിന് ഒക്കെ പലതരത്തിലുള്ള നയങ്ങൾ ഉണ്ട്. അതിൽ ഒന്നാണ് മദ്യവർജനം എന്നത്, മറ്റൊന്നാണ് മദ്യ നിരോധനം എന്നത്. മദ്യവർജനം നയമായി സ്വീകരിക്കുകയും അതിനെ രാഷ്ട്രീയവും ഭരണപരവും ധാർമ്മികവും ആയ പ്രശ്നങ്ങൾ ഒരുമിപ്പിച്ച് ചേർത്ത് ഒരു നിലപാട് എടുക്കുകയും ചെയ്ത ഒരു നേതാവ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ സുചിന്തിതമായ നിലപാട് നേരത്തെ അറിയിച്ചിരിക്കുന്ന ഒരു ദൃശ്യമാണ്, സ്വയം സംസാരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ ജനങ്ങളിൽ എത്തിക്കുകയാണ്. ഇത് രാഷ്ട്രീയത്തിലെ ഒരു ഇരട്ടത്താപ്പാണ് പുറത്തു കൊണ്ടുവരുന്നത്. മദ്യ നിരോധനം എന്ന പേരിൽ, മദ്യനിരോധനം സമൂഹത്തിൽ ഒരു വലിയ ആവശ്യമായിരിക്കുന്നു എന്ന പേരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ആഴ്ചകളിൽ കേരളത്തിൽ വിപണനം ഒരു പ്രചാരവേല മാത്രമാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇത് മാറുന്നത്. ആ തരത്തിൽ ഇതൊരു പ്രചാരവേല സങ്കേതം മാത്രമല്ലേ മദ്യനിരോധനം എന്ന പേരിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നതിലേക്കുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. ഒപ്പം ഓരോ രാഷ്ട്രീയ കക്ഷിയും ഓരോ മുന്നണിക്കും ആധികാരികമായി അവരുടെ ഉള്ളിലുള്ള മദ്യത്തോടുള്ള ഭരണപരമായ നിലപാട് എന്താണ് എന്നതുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു വേദിയായി ഇത് മാറുകയാണ്. അജിംഷാദ്, തീർച്ചയായും ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. മദ്യവർജനമാണ് കേരളത്തിന് ഭൂഷണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്ന വാക്കുകൾ വൈറലാകുന്നു. ആ വാക്കുകൾ അതുകൂടി നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ഏറ്റവും വലിയ ശത്രുവാണ്. എന്നാ പിന്നെ അത് അങ്ങ് നിരോധിച്ചുകൂടെ എന്ന് വേണേ ചോദിക്കാം. ഗവൺമെന്റിന്റെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെന്റ് മടിക്കുന്നു എന്ന് ഒക്കെയാണ്. അതല്ല, ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് വരെ നമുക്ക് ആക്ഷേപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മദ്യാസക്തി ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് മദ്യം അങ്ങോട്ട് നിരോധിച്ചാൽ വ്യാജ മദ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് മദ്യവർജനമാണ് നമുക്ക് ആവശ്യം. മദ്യത്തെ എതിർക്കുന്നവരെല്ലാം സംഘടിതമായി പ്രചരണം നടത്തി ആളുകളെ പ്രേരിപ്പിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. തീർച്ചയായും ശ്രീ NPC, നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ജയശങ്കർ കൂടിയുണ്ട്. ശ്രീ ജയശങ്കർ, താങ്കൾ ലൈനിലുണ്ടല്ലോ? ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഞങ്ങൾ കേൾപ്പിക്കാം. ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടുള്ളതാണ്. കേരളത്തിൽ മദ്യത്തിന് ഉപയോഗം അല്ല ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ആ വാക്കുകൾ ഒരിക്കൽ കൂടി താങ്കൾ കേൾക്കൂ. താങ്കൾക്ക് പ്രതികരിക്കാൻ കൂടുതൽ സമഗ്രമായ സംഭവങ്ങൾ ഉണ്ടാകാം. തീർച്ചയായും ആ വാക്കുകൾ, ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി.
മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്നാ പിന്നെ അത് അങ്ങ് നിരോധിച്ചുകൂടെ എന്ന് വേണേ ചോദിക്കാം. ഗവൺമെന്റിന്റെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെന്റ് മടിക്കുന്നു എന്ന് ഒക്കെ അതല്ല. ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് വരെ നമുക്ക് ആക്ഷേപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മദ്യാസക്തി ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് മദ്യം അങ്ങോട്ട് നിരോധിച്ചാൽ വ്യാജ മദ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് മദ്യവർജനമാണ് നമുക്ക് ആവശ്യം. മദ്യത്തെ എതിർക്കുന്നവരെല്ലാം സംഘടിതമായി പ്രചരണം നടത്തി ആളുകളെ പ്രേരിപ്പിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. തീർച്ചയായും ജയശങ്കർ, ഈ വാക്കുകൾ കേട്ടല്ലോ. ഈ ഉമ്മൻചാണ്ടിയാണ് ഇപ്പോൾ ഇലക്ഷന് തൊട്ട് തലേന്ന് മദ്യനിരോധനമാണ് വേണ്ടത്, മദ്യവർജനമല്ല എന്ന് പറയുന്നത്. മദ്യവർജനത്തിന് വേണ്ടി വാദിച്ച ഉമ്മൻചാണ്ടി തീർച്ചയായും കുറെ കൂടി പിന്നിലേക്ക് പോകണമോ? സുധീരനോടുള്ള വാശി, ആ ഘട്ടത്തിൽ ഉയർന്ന ചില വാശികളാണ് ഈ ആന്തരിക വൈരുദ്ധ്യങ്ങൾ പുറത്തു ചാടിക്കാൻ സഹായിച്ചത് എന്ന് അതടക്കമുള്ള വിശകലനങ്ങളിലേക്കൊക്കെ പോകണ്ടേ ഈ ഘട്ടത്തിൽ ശ്രീ ജയശങ്കർ? അല്ല, അത് വളരെ വ്യക്തമല്ലേ. അദ്ദേഹത്തിന് മദ്യവർജനത്തോടും താല്പര്യമില്ല, മദ്യ നിരോധനത്തോടും താല്പര്യമില്ല. ബാറുകാരുടെ അടുത്ത് പണം വാങ്ങുന്നതിലും കച്ചവടം പൊലിപ്പിക്കുന്നതിലും മാത്രമാണ് താല്പര്യം. അത് ആർക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് മദ്യവർജനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. മദ്യവർജനമാണ് വേണ്ടത്. അല്ലെങ്കിൽ അത് ആശാസ്യമായിട്ടുള്ളത് മദ്യവർജനമാണ്. മദ്യനിരോധനം പ്രാവർത്തികമല്ല, ഒരു കാരണവശാലും പ്രാവർത്തികമല്ല. എന്ന് മാത്രമല്ല, പരിഷ്കൃത രാജ്യങ്ങളിൽ പോലും പരാജയപ്പെട്ടുള്ളതാണ്. അമേരിക്കയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ട് സംഭവിച്ചു. അവിടെ വ്യാജ പാറ്റ് ഒരു വ്യവസായമായിട്ട് വികസിച്ചു. അതല്ലാതെ ഒരു പ്രയോജനം. ബുദ്ധിയും വിവേകവുമുള്ള അമേരിക്കക്കാർ മദ്യനിരോധനം പിൻവലിച്ചു. ആളുകൾ ആവശ്യമുള്ളവർ കുടിക്കട്ടെ, ആവശ്യമില്ലാത്തവർ കുടിക്കാതിരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ആ രാജ്യം രക്ഷപ്പെട്ടു. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല തത്രപ്പാടുകളുടെ ഭാഗമായിട്ടല്ലേ യഥാർത്ഥത്തിൽ ഇവർക്ക് ആർക്കെങ്കിലും ഈ കാര്യത്തിൽ എന്തെങ്കിലും ഉത്തമ വിശ്വാസം കൊണ്ടാണ് ഈ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. ഒരിക്കലും അല്ല. എന്തെങ്കിലും ആത്മാർത്ഥമുണ്ടോ? അതുമില്ല. PM സുധീരൻ ഒരു പക്ഷേ സത്യസന്ധമായിട്ടിരിക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയെ തോപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. ഉമ്മൻചാണ്ടിയും K ബാബു മുതലായ ആളുകളുടെയൊക്കെ ഏർപ്പാടെന്ന് നമുക്കറിയാൻ പറ്റില്ല. കോടിക്കണക്കിന് രൂപ ബാങ്കാരെന്ന് വേണ്ടിയിരുന്ന ലോകത്തിന്റെ കാര്യം ആർക്കെങ്കിലും സംശയമുണ്ട്? ബാബുവിന്റെ സത്യസന്ധതയെ കുറിച്ച് ബോധ്യമുള്ള ഒരേ ഒരാൾ ഉമ്മൻചാണ്ടിയും, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തെ കുറിച്ച് ബോധ്യമുള്ള ഒരാൾ ബാബുവുമാണ്. അവരാണ് പിന്നെ പറയുന്നത് മദ്യനിരോധനം ഏർപ്പെടുത്താൻ. അവർ മദ്യനിരോധനം ഏർപ്പെടുത്തില്ല, മദ്യവർജനം ഏർപ്പെടുത്തില്ല, ഒന്നും ഏർപ്പെടുത്തില്ല. ആളുകളെ കൂടുതൽ ആൾക്കാരെ കുടിപ്പിച്ച് കൂടുതൽ കാശുണ്ടാക്കുക, ബാറുകാരുടെ അടുത്തുനിന്ന് സ്റ്റാഫുകാരുടെ അടുത്തുനിന്ന് കാശ് പിരിക്കാന്നുള്ളതിൽ കവിഞ്ഞ് ഇവർക്ക് യാതൊരു താല്പര്യവുമില്ല. ജയശങ്കർ, ആത്മാർത്ഥതയില്ലാത്ത ഒരു നിലപാടാണ് ഇപ്പോഴത്തെ UDFന്റെ മദ്യ നിരോധന നയം എന്ന് താങ്കൾ പറഞ്ഞു. അവരുടെ അത്തരത്തിലുള്ള വായ്ത്താരി എന്ന് പറഞ്ഞു. അത് രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുന്ന ജീർണതയെക്കുറിച്ച് സ്വന്തം വിശ്വാസം മദ്യവർജനം ആണ് എന്നിരിക്കെ, സ്വന്തം പ്രയോഗരൂപങ്ങൾ അതാണ് എന്നിരിക്കെ, അതിൽ നിന്ന് മാറി തെരഞ്ഞെടുപ്പിന് തലേന്ന് മദ്യനിരോധനം എന്നതാണ് തങ്ങളുടെ നയം എന്ന് പറയുന്ന രാഷ്ട്രീയ കാപട്യത്തെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എന്തു പറയുന്നു? ആ കാപട്യം തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ കേരളത്തിലെ സാധാരണക്കാർക്കില്ല. അരിയാഹാരം കഴിക്കുന്നവർക്ക് എന്നല്ല, മൂക്ക് കീഴ്പോട്ടുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടാകും. ഇന്നുള്ള 1996 ചാരായ നിരോധനം എന്ന് പറഞ്ഞാൽ വലിയൊരു ഉമ്മാക്കിയുമായിട്ട് വന്നപ്പോൾ ജനങ്ങൾ അവരെ തിരസ്കരിച്ചത്. ചാരായ നിരോധിച്ചപ്പോൾ AK ആന്റണി എന്താ പറഞ്ഞത്? ഉമ്മൻചാണ്ടി അല്ലെന്ന് ആലോചിക്കുന്നു. ഉമ്മൻചാണ്ടി ഒരു കാപട്യക്കാരനെന്ന് നമുക്കറിയാം. AK ആന്റണി അങ്ങനെയല്ല, വലിയ പരിശുദ്ധ പരമ പുണ്യാളനായിട്ട് അറിയപ്പെടുന്ന ആ പുണ്യവാളം നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, April 1 ഞാൻ ചാരായ നിരോധിച്ചു, നിങ്ങൾ എന്നെ വിജയിപ്പിക്കും, ഞാൻ ബാറുകൾ നിർത്തലാക്കും, വിദേശ മദ്യം നിർത്തലാക്കും, കള്ള് നിരോധിക്കും എന്നൊക്കെ പറഞ്ഞു. ജനങ്ങൾ അംഗീകരിച്ചില്ല. ജനങ്ങൾ പറഞ്ഞു മതി, ഇത്രയൊക്കെ പുരോഗമിക്കാൻ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാർട്ടിയെ തോൽപ്പിച്ച് തട്ടപ്പുറത്ത് കയറ്റി. ഇല്ലേ? അതെന്തുകൊണ്ടാണ്? AK ആന്റണി പറഞ്ഞാലും ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് ജയശങ്കർ, AK ആന്റണിയെ പോലെ ആധികാരികതയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൊണ്ടുവന്ന ചാരായ നിരോധനം എന്ന നടപടി പോലും നിരസിച്ച കേരളം ഈ നടപടിയും നിരസിക്കും എന്നൊരു സൂചന താങ്കളുടെ നിരീക്ഷണത്തിലുണ്ടോ? സൂചനയല്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, തറപ്പിച്ചു പറയുന്നു. ജനങ്ങൾ ഇത് പരിഹാസപൂർവ്വം തള്ളിക്കളയും. മാത്രമല്ല, ഈ 5 കൊല്ലം ആദ്യാവസാനം കളവ് നടത്തിയിട്ട് പാർക്കോഴ മുതലായ 100,000 ഏർപ്പാടുകൾ, തട്ടിപ്പുകൾ, മെത്രാങ്കായൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം എല്ലാത്തിനും മീതെ ജനങ്ങളുടെ മീതെ കണ്ണിൽ പൊടിയിടാനായിട്ട് പറയുകയാണ് ഞാൻ മദ്യനിരോധനം നടപ്പാക്കുക. അപ്പൊ ഇദ്ദേഹത്തിന് അധികാരം കിട്ടിയിട്ട് 5 കൊല്ലം ഇരുന്നപ്പോ എന്താ മദ്യനിരോധനം നിരോധിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കാൻ പോയത്? ആദ്യത്തെ ദിവസം ഞങ്ങൾ നിരോധിക്കാറുന്നില്ല. നമ്മൾ ആരെങ്കിലും അദ്ദേഹത്തിന്റെ കൈമ കയറി പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് പേന പോക്കറ്റ് അടിച്ചെടുക്കും, ഒന്നും ഉണ്ടായില്ല. അത് ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ജയശങ്കർ, ഇതൊക്കെ പറയുമ്പോഴും UDFന്റെ പല നിരീക്ഷകരും പറയുന്നത് കേരളത്തിൽ സ്ത്രീകൾക്കിടയിൽ പ്രത്യേകിച്ച് ഈ നയം വളരെ വ്യാപകമായ ഒരു ശക്തിയായി തന്നെ മാറിയിട്ടുണ്ട്. അവർ പലരും
ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ആങ്ങളമാരോ ഒക്കെ ചെന്നിരുന്ന് പകല് മുഴുവൻ എന്നതുപോലെ മദ്യം കഴിക്കാൻ വേണ്ടി ചെലവിടാനുള്ള ഇടം, ബാറുകൾ ഇല്ലാതായി എന്നത് അവരെ നല്ല രീതിയിൽ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ സമാധാനപൂർണമായ കേരളത്തിന് എന്ന മുദ്രാവാക്യം വെച്ചാണ് UDF തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പോകുന്നത്. അത് വിജയിക്കും എന്ന് UDF കേന്ദ്രങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൂടി പരിഗണിക്കണ്ടേ? മറുപടി പറയുന്നത് നിരീക്ഷകരുണ്ട്. ഞാൻ പറയാം, നമ്മുടെ സണ്ണിക്കുട്ടി അബ്രാമിനെ പോലെ, ജേക്കബ് ജോർജിനെ പോലുള്ള ചില നിരീക്ഷകർ, അവർ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് അവർക്ക് പേയ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ പറയും. പിന്നെ മനോരമ, മാതൃഭൂമി എന്നീ ചാനലുകാരും അവരുടെ പത്രങ്ങളും പറയും. കാരണം അവർ അതല്ലാതെ ഇത് ജനങ്ങൾ അംഗീകരിക്കുന്ന എനിക്ക് തോന്നില്ല. തീർച്ചയായും ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, എല്ലാ ഘട്ടവും എല്ലാ വശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കണ്ടേ? ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി പറഞ്ഞത് 6 ബാറുകൾ നൽകിയതുമായി ബന്ധപ്പെട്ട്, 5 സ്റ്റാർ ബാറുകളുമായി ബന്ധപ്പെട്ട് അത് മദ്യനയമാണ്, അവർക്ക് കോടതിയിൽ പോയാൽ അത് നേടാനാകും എന്ന് പറഞ്ഞ് മദ്യനയത്തിന്റെ പൊള്ളത്തരം ചൂണ്ടിക്കാണിക്കുന്നു മുഖ്യമന്ത്രി തന്നെ. വേറൊരർത്ഥത്തിൽ 1. 2, ഇനി ബാറുകൾ നൽകില്ല എന്ന് പറയുന്നു. ഇതേ മദ്യനയം ഉപയോഗിച്ച് ഇനിയും 5 സ്റ്റാർ ബാറുകളുടെ ഉടമകൾക്ക് സമീപിച്ചാൽ കൊടുത്തല്ലേ പറ്റൂ. ആ വൈരുദ്ധ്യം നിലനിൽക്കെ ഉമ്മൻചാണ്ടി പറയുന്നു ഇനി കൊടുക്കുന്നില്ലെന്ന്. അങ്ങനെ മൊത്തത്തിൽ ഉമ്മൻചാണ്ടി മദ്യനയത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നൊരു വാദം ഉയരുന്ന ഘട്ടത്തിലാണ് തന്റെ പൊള്ളത്തരം, തന്റെ യഥാർത്ഥ ന്യായം എന്ത് എന്ന് പ്രചരിക്കുന്ന ഒരു വീഡിയോ പുറത്തെത്തുന്നത്. ഈ ഘട്ടത്തിൽ അതുകൂടി പരിശോധിക്കണ്ടേ? ഒരു നൈതികമായ രാഷ്ട്രീയ ചർച്ചയ്ക്ക് കൂടി കേരളം വേദിയാകണ്ടേ ഈ ഘട്ടത്തിൽ? ശ്രീ ജയശങ്കർ, നൈതികത, ധാർമ്മികത, രാഷ്ട്രീയ സദാചാരം മുതലായ കാര്യങ്ങളൊന്നും ശ്രീ ഉമ്മൻചാണ്ടിക്ക് ബാധകമല്ലല്ലോ. എന്നുള്ള രാജൻ കേസിൽ വിധി വന്നപ്പോൾ കരുണാകരൻ കൂടി രാജിവെപ്പിച്ചു ഉമ്മൻചാണ്ടി. ഇദ്ദേഹത്തിനെതിരെ എത്ര പരാമർശങ്ങളുണ്ടായിട്ടും ധാർമ്മികതയല്ല, എനിക്ക് എന്റെ മനസാക്ഷിയാണ് പ്രധാനം എന്ന് പറഞ്ഞ് കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്നത് നമ്മൾ കണ്ടല്ലോ, ഇല്ലേ? ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ദയവായി താങ്കൾ തുടരണം. ദയവായി താങ്കൾ ടെലിഫോണിൽ നിന്ന് പോകരുത്. ഇപ്പോൾ നമ്മോടൊപ്പം കോൺഗ്രസ് നേതാവ് PS സലീം കൂടി ചേരുകയാണ്. ശ്രീ PS സലീം, അങ്ങനെ ഒടുവിൽ കള്ളി പുറത്തായി എന്നൊരു നാടൻ ഭാഷയുണ്ട്. ഉമ്മൻചാണ്ടി പറയുന്നു മദ്യവർജനമാണ് കേരളത്തിന് പ്രായോഗികം ഭൂഷണമെന്ന്. ഉമ്മൻചാണ്ടിയുടെ ആ വാക്കുകൾ കൂടി ഒരിക്കൽ കൂടി കേൾക്കാം താങ്കൾക്ക്, താങ്കൾ ലൈനിലുണ്ടെങ്കിൽ. ശ്രീ PS സലീം, ശ്രീ PS സലീം കേൾക്കാം. ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ കേട്ടോളൂ. താങ്കളുടെ നേതാവ്, മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾ മദ്യത്തെക്കുറിച്ച്, മദ്യനയത്തെക്കുറിച്ച്. ഏറ്റവും വലിയ ശത്രു, ശബ്ദം കൂട്ടാം. ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്നാ പിന്നെ അത് അങ്ങ് നിരോധിച്ചുകൂടെ എന്ന് വേണേ ചോദിക്കാം. ഗവൺമെന്റിന്റെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെന്റ് മടിക്കുന്നു എന്ന് ഒക്കെയാണ്. അതല്ല, ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് വരെ നമുക്ക് ആക്ഷേപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മദ്യാസക്തി ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് മദ്യം അങ്ങോട്ട് നിരോധിച്ചാൽ വ്യാജ മദ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് മദ്യവർജനമാണ് നമുക്ക് ആവശ്യം. മദ്യത്തെ എതിർക്കുന്നവരെല്ലാം സംഘടിതമായി പ്രചരണം നടത്തി ആളുകളെ പ്രേരിപ്പിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. ശ്രീ PS സലീം, ക്ഷമിക്കുക, താങ്കളിലേക്ക് എത്തുന്നതിന് മുമ്പ് താങ്കൾ ലൈനിൽ വേണം. ഇപ്പോൾ നമ്മോടൊപ്പം CPIM-ന്റെ മുതിർന്ന നേതാവ് തോമസ് ഐസക് കൂടിയുണ്ട്. ശ്രീ തോമസ് ഐസക്, കേൾക്കാമല്ലോ? ശ്രീ തോമസ് ഐസക് കേൾക്കാമല്ലോ? അതായത് ഈ വാദം കേട്ടപ്പോൾ ഉമ്മൻചാണ്ടി എന്ന ഇടതുപക്ഷമായോ എന്നൊന്ന് ആദ്യം തോന്നിപ്പോയി. കാരണം നിങ്ങൾ പറയാറുള്ള ശാസ്ത്രീയമായ രീതി മദ്യവർജനമാണ് ആവശ്യം, ഇതാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. എന്താണ് ഇതിലെ വൈരുദ്ധ്യം? മനസ്സിലാകുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ നിലപാട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹമല്ലേ ക്യാബിനറ്റില് നിലവാരമില്ല എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിയിരുന്ന ഹോട്ടലുകള്, ബാറുകള് നിലവാരം പിന്നീട് ഉണ്ടാക്കിക്കോളാം എന്ന് ഒപ്പിട്ട് നൽകിയ തുറക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ക്യാബിനറ്റ് നോട്ട് കൊണ്ടുവന്നത്. അപ്പോ ഉമ്മൻചാണ്ടിയുടെ നിലപാട് അന്ന് ഇന്നും വളരെ വ്യക്തമാണ്. അദ്ദേഹം ബാറുകൾ തുറക്കുന്നതിന് വേണ്ടിയായിരുന്നു, മദ്യവർജനത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള താൻപൊരിമ, ആരാണ് മൂപ്പിളപ്പ്, അതിന്റെ തർക്കം, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് കൈക്കൂലി മേടിച്ചത് കൂട്ടാനും മേടിക്കുന്നു, തുറക്കാനും മേടിക്കുന്നു. ഇതിന്റെ കാലമായിട്ട് ഇപ്പൊ അവസാനം മദ്യ നിരോധനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.
എന്നിട്ട് പറയുന്നു മദ്യവർജനം എന്ന് പറഞ്ഞാൽ അത് വാചകവടിയാണ്, നയമല്ല. എന്തായിരുന്നു ഉമ്മൻചാണ്ടി നിങ്ങളുടെ നയം എന്നുള്ള ചോദ്യം കേരളത്തിലെ വോട്ടർമാർ അദ്ദേഹത്തോട് ചോദിക്കാൻ പോവുകയാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തം, UDFന്റെ കള്ളത്തരം, ഇരട്ടത്താപ്പ്, ഇതിനോടുള്ള പ്രതിബദ്ധതയില്ലായ്മ എല്ലാം ഈ ഒരു എക്സ്പോഷറിലൂടെ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഞങ്ങൾ യോഗങ്ങളിലൊക്കെ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടി, സാക്ഷാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നു, മദ്യവർജനമാണ് പ്രായോഗികം, മറ്റ് കള്ളവാറ്റിലേക്ക് നയിക്കും, വലിയ അക്രമങ്ങളിലേക്കും എല്ലാം നയിക്കും എന്ന് അദ്ദേഹം തന്നെ പറയുക. ഇതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ മിസ്റ്റർ ഉമ്മൻചാണ്ടി. ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതില്ലേ? മദ്യ നിരോധനം വെച്ച് മത്സരിക്കുന്ന UDF സർക്കാരിന് മുന്നിൽ മറ്റൊരു വാദം കൂടി ഉയർന്നു വരുന്നില്ലേ? രാഷ്ട്രീയത്തിൽ ഇത്തരം നിലപാട് മാറ്റങ്ങൾ വോട്ടിന് വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പുള്ള മാസങ്ങളിൽ നടത്തുന്നതിന്റെ ധാർമ്മികമായ പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യാനുള്ള അവസരമായി ഇത് കേരളം മാറേണ്ടതില്ലേ? കാര്യങ്ങൾ വ്യക്തമായി പ്രഖ്യാപിക്കുക, അത് തന്നെ തുടർന്ന് പോയി ജനങ്ങളെ അഭിമുഖീകരിക്കുക. അങ്ങനെ ഒരു രാഷ്ട്രീയ സദാചാരം, മര്യാദ രാഷ്ട്രീയ കക്ഷികളും ചേരികളും പാലിക്കണം എന്നൊരു പ്രശ്നം കൂടി ഉന്നയിക്കണ്ടേ? നമ്മൾ വലുതായിട്ടൊന്നും ചർച്ച ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യന്മാർക്കൊക്കെ തിരിച്ചറിയാത്ത, അതുകൊണ്ടല്ലേ ഇലക്ഷന് തൊട്ട് മുമ്പ് ചാരായ നിരോധനം കൊണ്ടുവന്നിട്ട് CPM വന്നു കഴിഞ്ഞാൽ ചാരായം വീണ്ടും കേരളത്തിൽ ഒഴുക്കുമെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടും അന്നത്തെ AK സർക്കാരിന് തുടർച്ചയായ ഉമ്മൻചാണ്ടി തോറ്റുപോയി. ഇന്നിപ്പോഴ അതേ അടവ് വേറെ രീതിയിൽ ആവർത്തിക്കുകയാണ്. ജനങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ തിരിച്ചറിവുണ്ട്, പറഞ്ഞു പറ്റിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തം. തീർച്ചയായും ഈ ഘട്ടത്തിൽ ശ്രീ തോമസ് ഐസക് ദയവായി തുടരുക. താങ്കൾക്ക് തിരക്കുണ്ടെന്നറിയാമെങ്കിൽ പോലും കോൺഗ്രസ് വക്താവ് കൂടിയായ ശ്രീ PS സലീം നമ്മോടൊപ്പമുണ്ട്. ശ്രീ PS സലീം, എന്താണിത്? ഉമ്മൻചാണ്ടിയുടെ മനസ്സിലിരിപ്പ് പുറത്തെത്തുന്ന വാക്കുകൾ ഇടതുപക്ഷം അടക്കമുള്ളവർ പറയുന്നത് ഇത് തന്നെയല്ലേ? ശാസ്ത്രീയമായി കേരളത്തിന് ഭൂഷണമാകുന്നത് മദ്യവർജനമാണെന്ന്. അപ്പോൾ നിങ്ങൾ പറയും അല്ല, മദ്യവർജനം വേണമെന്ന്. എന്നിട്ട് ഉമ്മൻചാണ്ടി തന്നെ പറയുന്നു മദ്യവർജനമാണ് കേരളത്തിന് ഭൂഷണം, മദ്യനിരോധനം അല്ല, മദ്യവർജനമാണ് ഭൂഷണമെന്ന് ഉമ്മൻചാണ്ടി തന്നെ പറയുന്നു. എന്തൊരു വൈരുദ്ധ്യം! അല്ല, ഈ ചർച്ച കേട്ടാൽ തോന്നുന്നത് മദ്യവർജനത്തിന് വേണ്ടി വാദിച്ച ഉമ്മൻചാണ്ടിയുടെ നിലപാട് ഒരു വലിയ അപരാധമാണ്. ബഹുമാന്യ തോമസ് ഐസക് ഇവിടെ സൂചിപ്പിച്ചു, മദ്യവർജനത്തിന് വേണ്ടി പറഞ്ഞതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ നിലപാടിലെ വൈരുദ്ധ്യം അല്ല ശ്രീ PS സലീം അത് ക്ലാരിഫൈ ചെയ്ത് പോവാം, മുമ്പോട്ട് അത് ക്ലാരിഫൈ ചെയ്ത് പോവാം. കാരണം ഇവിടെ പ്രധാനമായി തോമസ് ഐസക് അടക്കം പറയുന്ന കാര്യം ഇതാണ്. അതായത് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ട വാക്കുകൾ എന്താണ്? ഉമ്മൻചാണ്ടി പറയുന്നു കേരളത്തിൽ മദ്യവർജനമാണ് ഭൂഷണം, മദ്യനിരോധനമല്ല എന്ന്. UDF ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതും പറയുന്നതും ഉമ്മൻചാണ്ടി പരസ്യമായി പലവട്ടം ആവർത്തിച്ചതും സുധീരൻ ആവർത്തിച്ചതുമായ കാര്യം മദ്യനിരോധനമാണ് വേണ്ടതെന്ന്. അപ്പോൾ ഇടതുപക്ഷം പറയുന്നു മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് LDFന്റെ നയമെന്ന്. അപ്പോൾ കോൺഗ്രസ് വീണ്ടും പറയുന്നു അതല്ല, മദ്യനിരോധനമാണ് വേണ്ടതെന്ന്. ഇങ്ങനെ പറയുന്ന ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി മദ്യവർജനമാണ് ഭൂഷണം എന്ന ഇടതുപക്ഷത്തിന്റെ വാദം തന്നെ വേറൊരു ഘട്ടത്തിൽ ആവർത്തിക്കുന്നത്. ഇതിലെ വൈരുദ്ധ്യമാണ് ശ്രീ PS സലീം പുറത്തെത്തുന്നത്. താങ്കളുടെ വിശദീകരണവും അതിലേക്കാണ് വേണ്ടത്. പറഞ്ഞ കാര്യങ്ങളിൽ നേരത്തിന്റെയും കാലത്തിന്റെയും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് മദ്യവർജനം തന്നെയാണ് കേരളത്തിൽ മദ്യനിരോധനത്തിലേക്കുള്ള ഒരു നമ്മുടെ ലോങ് ടൈം പ്രോസസ് എന്നത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിൽ മദ്യനിരോധനത്തിനെതിരായി നിൽക്കുന്ന മുഴുവൻ ആളുകളും മദ്യവർജനം എന്നുള്ള ഒരു മുദ്രാവാക്യം കേരളീയ സമൂഹം ഏറ്റെടുക്കണം എന്നുള്ള ഒരു വലിയ വാദം എല്ലാ കാലങ്ങളും ഉയർത്തുന്നതാണ്. പക്ഷെ UDF ഗവൺമെന്റ് ധീരമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. കേരളത്തിൽ മദ്യവർജനത്തോടൊപ്പം മദ്യനിരോധനം കൂടി അനിവാര്യമാകുന്ന ഒരു സാമൂഹിക സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവിലാണ് കേരളത്തിൽ മദ്യനിരോധനത്തിലേക്ക് തീർച്ചയായും ശ്രീ NBC, അതായത് PS സലീം എല്ലാ വിഷയത്തെക്കുറിച്ചും കട്ട് ആൻഡ് ഡ്രൈഡായി അഭിപ്രായം പറയുന്ന ശ്രീ PS സലീം അഡ്വക്കേറ്റ് കൂടിയാണ്, അദ്ദേഹം പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ കൂടിയാണ്, രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. ഈ PS സലീം ഇതേ സംബന്ധിച്ച് പറയുന്നതിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയില്ലേ?
അല്ല, പി എസ് സലീം പറഞ്ഞത് ആ പറഞ്ഞ കാര്യത്തിൽ ഉള്ള വ്യക്തത ഇതാണ്. മദ്യവർജനം തന്നെയായിരുന്നു UDF-ന്റെ നയം. പക്ഷേ മദ്യനിരോധനം കൂടി അതോടൊപ്പം എടുക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ അനിവാര്യമായി. അതുകൊണ്ട് അതെടുത്തു. പക്ഷെ അത് ആ രീതിയിൽ UDF വിശദീകരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു UDF നേതാവ് അത് അത്തരത്തിൽ പറയുന്നത് ഇപ്പോഴാണ്. ഡോക്ടർ ഐസക്, മദ്യവർജനമായിരുന്നു UDF-ന്റെ നയം. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് മാറ്റേണ്ടി വന്നിരിക്കുന്നു. മദ്യനിരോധനം കൂടി ഉയർത്തിപ്പിടിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നു. അദ്ദേഹം അത് പറയാൻ തുടങ്ങിയത് നേരത്തിൻ്റെയും കാലത്തിൻ്റെയും ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഐസക്, UDF നയം മാറ്റിയിരിക്കുകയാണെന്ന് PS സലീം പറയുന്നു. ശ്രീ തോമസ് ഐസക് ലൈനിലില്ല എന്ന് തോന്നുന്നു. ശ്രീ PS സലീമിലേക്ക് തന്നെ വന്നാൽ, ശ്രീ PS സലീം, ഇവിടെയാണ് സമഗ്രമായി ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉയരുന്നത്. UDF മുമ്പോട്ട് വെക്കുന്ന മദ്യനയവുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യം ഏറ്റവും ഒടുവിൽ 6 ബാറുകൾക്ക് കൂടി ലൈസൻസ് ലഭിക്കുന്നു. ഇനി ബാറുകൾക്ക് ലൈസൻസ് നൽകില്ല. ഇപ്പോൾ നൽകിയത് കോടതിയുടെ പിൻബലത്താൽ നൽകേണ്ടി വന്നത് മദ്യനയത്തിലെ തന്നെ കാര്യങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഒടുവിൽ ഉമ്മൻചാണ്ടി പറയുകയും ചെയ്തു. ആന്തരിക വൈരുദ്ധ്യങ്ങൾ ആടി ഉലയുന്നു, കൂട്ടിമുട്ടുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് പറയുന്നത് മദ്യവർജനമാണ് വേണ്ടത്, കേരളത്തിന് വേണ്ടതെന്ന് ഉമ്മൻചാണ്ടി പറയുന്നു. അപ്പോൾ കുറെ കൂടി പിന്നിലേക്ക് പോകണം. സുധീരൻ വാശി പിടിച്ചപ്പോൾ സുധീരനോടുള്ള വാശി തീർക്കാനായി എല്ലാ ബാറുകളും പൂട്ടട്ടെ എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ആ ഗ്രൂപ്പ് യുദ്ധ നേതാവിന്റെ ചരിത്രം കൂടി പുറത്തെത്തുകയാണോ? നിരീക്ഷകർ അങ്ങനെയൊക്കെ നിരീക്ഷിക്കുന്നു. ശ്രീ PS സലീം, അല്ല, അങ്ങനെ ആരും ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഒന്ന്, സീതാറാം യെച്ചൂരിയുടെയും പിണറായി വിജയന്റെയും ഈ നിലപാടുള്ള വൈരുദ്ധ്യം ഉമ്മൻചാണ്ടിയുടെയും VM സുധീരന്റെയും നിലപാടിലില്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, എനിക്ക് NBCയോട് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞ വളരെ കാര്യങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായി അതിന് അടിവരയിട്ട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. പക്ഷെ ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ UDF ഗവൺമെന്റ് എല്ലാ കാലങ്ങളിലും മദ്യവർജനത്തിനും മദ്യനിരോധനത്തിനും വേണ്ടി ഒരു ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ശ്രീ PS സലീം, തിരിച്ചു വരാം. PS സലീം, താങ്കളുടെ നന്ദിയൊക്കെ വകയിരുത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, നേരത്തെ മദ്യവർജനമായിരുന്നു, പുതിയ സാഹചര്യം ഉണ്ടായി, മദ്യനിരോധനം കൂടി ഉയർത്തിപ്പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് കേൾക്കൂ, ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ പോയത്. ആ സാഹചര്യം എന്തായിരുന്നു? മദ്യവർജനത്തിന് വേണ്ടി മദ്യനിരോധനത്തിന് അനുകൂലമായ എല്ലാ വാദങ്ങളെയും നിരാകരിച്ചുകൊണ്ട് ഉറച്ചു നിന്നിരുന്ന ഉമ്മൻചാണ്ടിക്ക് മദ്യനിരോധനം ഒന്നാമത്തെ കാര്യമായി എടുക്കണം, മദ്യവർജനത്തിലൂടെ, കടുത്ത മദ്യവർജനത്തിലൂടെ മദ്യനിരോധനത്തിലേക്ക് പോകണം എന്ന് തീരുമാനിക്കാനുള്ള സാഹചര്യം കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടായത് എന്താണ് PS സലീം? അല്ല, ഒരു കാര്യം, മദ്യവർജനവും മദ്യനിരോധനവും തമ്മിൽ രാവും പകലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ നിലപാട് മാറ്റത്തിന് എന്ത് കാരണം? NPC താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ ഐസക് ഒരിക്കൽ കൂടി ചേരുന്നു. തീർച്ചയായും PS സലീം, താങ്കൾ ദയവായി തുടരുക. താങ്കളുടെ വാദത്തോടുള്ള മറുപടിയുമായി ഐസക് തന്നെ ചേരുകയാണ്. ശ്രീ തോമസ് ഐസക്, നേരത്തെ NPC ചോദിച്ചിരുന്നു കാര്യങ്ങൾ. ശ്രീ NPC, താങ്കൾക്ക് തന്നെ ഐസക്കിനോട്. ഡോക്ടർ ഐസക്, PS സലീം ഇപ്പോൾ ഇവിടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് പറഞ്ഞത് മദ്യവർജനമായിരുന്നു UDF-ന്റെ സുചിന്തിതമായ നിലപാട്. അത് കേരളത്തിന്റെ പുതിയ സാഹചര്യം വെച്ച് മദ്യനിരോധനത്തിലേക്ക് പോകണം എന്ന് തീരുമാനിച്ച് അതനുസരിച്ചാണ് ചെയ്തത്. അതിലെന്ത് തെറ്റ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്താണ് സാഹചര്യം എന്ന് വിശദീകരിക്കുന്നതിന് മുമ്പാണ് താങ്കൾ ഇപ്പോൾ എത്തിയത്. പറയൂ, ഇത്തരത്തിലുള്ള നയമാറ്റം UDF-നുണ്ടോ? ഇന്ന് UDF മദ്യനിരോധനത്തിന് വേണ്ടി നിൽക്കുന്നു, LDF മദ്യവർജനം വേണ്ടി പറയുന്നു. മദ്യവർജനം പറയുക മാത്രമല്ല, അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ലഭ്യത കുറയ്ക്കണം, അതോടൊപ്പം തന്നെ വലിയ ബോധവൽക്കരണ പ്രവർത്തനം വേണം, എന്നാൽ നിരോധിക്കില്ല എന്നുള്ള നിലപാടാണ് LDF വെക്കുന്നത്. ഇതാകെ ബാർ ഉടമകൾക്കുള്ള വിടുപണിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് UDF-ന്റെ ഉമ്മൻചാണ്ടിയുടെ നിലപാട് കുറച്ചുനാൾ മുമ്പ് വരെ മദ്യവർജനം തന്നെയായിരുന്നു എന്നുള്ള വരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഇത് പറഞ്ഞപ്പോ വിടുപണി ചെയ്യുകയായിരുന്നു. 2, കേരളീയർക്ക് അറിയാം എങ്ങനെയാണ് നിലപാടിൽ ഈ പുതിയ നിലപാടിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളത്. ഈ ഉമ്മൻചാണ്ടി തന്നെ ക്യാബിനറ്റില് കൂട്ടിക്കിടക്കുന്ന ബാറുകൾ തുറക്കുന്നതിന് വേണ്ടിയിട്ട്, അത് നിലവാരമില്ലാത്ത ബാറുകൾ, നിലവാരം എത്തുന്നതിന് മുമ്പ് തന്നെ ആ നിലവാരത്തിലേക്ക് ഞങ്ങൾ ഉയർത്തിക്കോളാം എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തുറക്കുന്നതിന് വേണ്ടിയിട്ട് നോട്ട് കൊണ്ടുവരുന്നു.
അങ്ങവിടെ നിന്നും എങ്ങനെ തലകുത്തി മറിഞ്ഞ് ഇവിടെ എത്തി, ആ അഭ്യാസത്തിന്റെ പിന്നിലെ കളികള്, സ്ഥിതിവിശേഷങ്ങള്, അഴിമതികള്, മത്സരങ്ങള്, ഇതൊക്കെ കേരളീയർക്കറിയാം. അതുകൊണ്ട് ഈ മദ്യനയം ആണ് ഏറ്റവും വലിയ കേന്ദ്ര പ്രശ്നം, ഞങ്ങൾ മദ്യനിരോധനത്തിന് ബാക്കിയുള്ളവരെന്തോ അതിനെതിരായിട്ട് എന്ന് പറയുന്ന വാദത്തിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്ന മുനയൊടിക്കുന്ന ഒരു ഇടപെടലാണ് ഇന്ന് കൈരളിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അഭിനന്ദനങ്ങൾ. ഡോക്ടർ സലീം, അഡ്വക്കേറ്റ് സലീം, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. മദ്യനിരോധനത്തിന്റെ സാഹചര്യം ഇത്തരത്തിലാണ് എന്ന് ഐസക് പറയുന്നു. മദ്യനിരോധനം UDF ഉയർത്താനുള്ള സാഹചര്യം ഈ തരത്തിലാണ് എന്ന് ഐസക് പറയുന്നു. താങ്കൾക്ക് ഇതല്ല ഒരു സാഹചര്യം എന്ന് വിശദീകരിക്കാനുണ്ടോ? ഒന്ന്, അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കുകയാണ്, മദ്യവർജനം നിലപാടായി എടുത്തിരുന്ന ഒരു മുന്നണി മദ്യനിരോധനത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ നിലപാട് മാറ്റിയിരിക്കുന്നു ഇന്ന കാരണത്താൽ എന്ന് പറഞ്ഞ് നിലപാട് ഒറ്റ ദിവസം കൊണ്ട് മുന്നണിയാകെ മാറ്റുകയാണ് വേണ്ടത്. അതിനു പകരം KPCC പ്രസിഡന്റ് ചില നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്നിട്ട് ഒരു നീണ്ട രാഷ്ട്രീയ നാടക അശ്ലീലത്തിലേക്ക് കേരളം പോകുന്നു. അത് കഴിഞ്ഞിട്ടാണ്, ആഴ്ചകൾ തന്നെ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് വന്നത്. സ്വാഭാവികമായ ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു നയം മാറ്റം തന്നെയായിരുന്നു ഇതിൽ നടന്നത് എന്ന് താങ്കൾക്ക് വാദിക്കാൻ കഴിയുമോ അഡ്വക്കേറ്റ് സലീം? അല്ല, ഒന്ന് ഞാൻ വളരെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒന്ന് ഇതിൽ ഒരു നയമാറ്റത്തിന്റെയോ ഒരു നയവൈരുദ്ധ്യത്തിന്റെയോ പ്രശ്നമില്ല. ഞങ്ങൾ മദ്യവർജന നിലപാടുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് കേരളത്തിലെ ചരിത്രത്തിലാദ്യമായി ശ്രീ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചാരായ നിരോധനം കേരളത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ ഒരു നിരോധനം പിന്നീട് LDFകാർ അവകാശപ്പെടുന്ന പോലെ അവർക്ക് തിരുത്താൻ കഴിയാത്ത രീതിയിൽ അതിശക്തമായി നടപ്പിലാക്കിയ ഒരു ആർജവം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് സംഭവിച്ചത് ഇക്കാര്യത്തിൽ? ആന്റണിയുടെ കാര്യം നിൽക്കട്ടെ, അത് കേരളം ചർച്ച ചെയ്തതും അതിൽ വിധിയുമായിട്ട് മുന്നോട്ട് പോയതാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞങ്ങളുടെ നിലപാട് മദ്യവർജനത്തോടൊപ്പം മദ്യനിരോധനം. ഇവിടെ ബഹുമാനായ തോമസ് ഐസക് പറഞ്ഞ ആ കാര്യത്തിലേക്ക് പോകണം. മദ്യ നിരോധനത്തിന് അനുകൂലമായ വാദങ്ങൾ എടുത്തുകൊണ്ട് അതിനെ തള്ളിക്കളയുന്ന, മദ്യവർജനത്തിലൂടെ മദ്യനിരോധനത്തിലേക്ക് എത്തും എന്ന് വിശദീകരിക്കുന്ന ഒരു ബൈറ്റ് അല്ല ഇപ്പോൾ നമ്മൾ ഉമ്മൻചാണ്ടിയുടേതായി കൊടുത്തത്. മദ്യനിരോധനത്തിന് അനുകൂലമായ വാദം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, അത് ഞങ്ങൾ തള്ളിക്കളയുന്നു, മദ്യവർജനം മാത്രമാണ് വഴി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയാണ് നമ്മൾ കൊടുത്തത്. ഒരിക്കൽ കൂടി പ്രേക്ഷകർ ഒരിക്കൽ വിധി എഴുതട്ടെ, പ്രേക്ഷകർ കാണട്ടെ. ഏറ്റവും വലിയ ശത്രുവാണ്. എന്നാ പിന്നെ അത് അങ്ങ് നിരോധിച്ചുകൂടെ എന്ന് വേണേ ചോദിക്കാം. ഗവൺമെന്റിന്റെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്, അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെന്റ് മടിക്കുന്നു എന്ന് ഒക്കെയാണ്. അതല്ല, ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് വരെ നമുക്ക് ആക്ഷേപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മദ്യാസക്തി ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് മദ്യം അങ്ങോട്ട് നിരോധിച്ചാൽ വ്യാജ മദ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് മദ്യവർജനമാണ് നമുക്ക് ആവശ്യം. മദ്യത്തെ എതിർക്കുന്നവരെല്ലാം സംഘടിതമായി പ്രചരണം നടത്തി ആളുകളെ പ്രേരിപ്പിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. 5 ഭാഗങ്ങളുള്ള ഒരു പരാമർശം. ആദ്യം ധാർമ്മികമായൊരു നിലപാട് പറയുന്നു, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് മദ്യം എന്ന് പറയുന്നു. എന്നാൽ അത് നിരോധിച്ചുകൂടെ? ഭരണപരമായ ഒരു ഉത്തരവാദിത്വത്തിന്റെ പ്രശ്നം ഉന്നയിക്കുന്നു. എന്നിട്ട് അതിന് അനുകൂലമായ ഒരു സാമ്പത്തിക കാര്യം പറയുന്നു. നല്ല വരുമാനം കിട്ടുന്നത് കൊണ്ട് മദ്യം സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന ആരോപണം അദ്ദേഹം എടുക്കുന്നു. എന്നിട്ട് പറയുന്നു, കേരളത്തിൽ ഏറ്റവും വലിയ ദുഷ്പേരുണ്ടായിട്ടുണ്ട് മദ്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലമെന്ന്. അതിരിക്കെ പോലും മദ്യനിരോധനത്തിലേക്ക് പൊയ്ക്കൂടാ എന്ന് ധാർമ്മികമായി തന്നെ അതിന് മറുപടി പറയുന്നു. എന്തുകൊണ്ട്? പെട്ടെന്ന് മദ്യം നിരോധിച്ചാൽ വ്യാജമദ്യം വരും എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മദ്യവർജനമാണ് നമ്മുടെ വഴി, മദ്യവർജനത്തിലൂടെ മദ്യനിരോധനത്തിൽ എന്നെങ്കിലും എത്തും എന്ന് പോലും അദ്ദേഹം പറയുന്നില്ല. പിന്നെ ആരെയാണ് താങ്കൾ ഈ തരത്തിൽ പറഞ്ഞ് വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? എന്താണ് താങ്കൾക്ക് ഇനി പറയാനുള്ളത്? അല്ല, മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൃത്യമായ ഒരു കാര്യം വളച്ചെടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് വരുമാന നഷ്ടം കണക്കിലെടുത്തുകൊണ്ടല്ല മദ്യനിരോധനം നടപ്പാക്കാത്തത്. അത് കൃത്യമായിട്ട് അതിൽ
അല്ല 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 ശ്രീ പി എസ് സലീം അല്ല അല്ല ആ സെന്റൻസ് ഞാൻ പറയാം. നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്, അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെന്റ് മടിക്കുന്നു എന്നൊക്കെയാണ് എന്ന് വെച്ചാൽ എതിർവാദം എന്നർത്ഥം. എന്നാൽ അതല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിലേക്ക് പോകുന്നത്.